അപ്പോൾ ഗൈസ് ഇന്ന് ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. അതെങ്ങനെയായിരുന്നു, റൂമൊന്നും ആയിട്ടില്ല. അപ്പോൾ ഒന്ന് അടുത്തൊരു എൻട്രി ആണത്. ദെൻ അതെടുത്ത് നമ്മൾ ക്ലാസ്സിലെല്ലാം ലൈവായിട്ട് അത് ടാർഗറ്റും കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ പലവരും ഫണ്ടഡ് അക്കൗണ്ട് യൂസ് ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ എടുക്കാൻ പോകുന്നവരായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴും കുറേ പേര് എനിക്ക് DM ചെയ്യുന്ന ഒരു ഡൗട്ടാണ്, എന്താണ് മാക്സിമം ലോസും മാക്സിമം ഡെയിലി ലോസും, ഇതെങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാം, എന്താണ് ഇതുകൊണ്ട് മീൻ ചെയ്യുന്നത് എന്ന് ഇപ്പോഴും കുറെ പേർക്ക് അറിയില്ല അല്ലേ. അപ്പൊ അത് ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഏത് ഫണ്ടഡ് അക്കൗണ്ട് വേണമെങ്കിലും എടുത്തോ, ഏത് ക്യാപിറ്റലിന്റെ വേണമെങ്കിലും എടുത്തോ, അതിലെല്ലാം ഏറെക്കുറെ ഈ ഒരു സംഭവം ഉണ്ടാവും. അത് പെർസെന്റേജും അക്കൗണ്ട് സൈസൊക്കെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പൊ ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലുള്ളൊരു റൂൾ ആയിരിക്കും മാക്സിമം ലോസ് ലിമിറ്റ്. അതെന്താ മീൻ ചെയ്യുന്ന വെച്ചാൽ നിങ്ങളുടെ എത്ര ക്യാപിറ്റലിന്റെ അക്കൗണ്ട് ആണോ ആ ക്യാപിറ്റലിൽ നിന്ന് അവർ കൊടുത്തിട്ടുണ്ടാവും, ഒരു പെർസെന്റേജ് എത്രയാണോ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ആ പെർസെന്റേജ് ലോസ് ആയാൽ മാത്രമേ ആ റൂള് ബ്രേക്ക് ആവുള്ളൂ. ഇപ്പൊ 8% ആണെങ്കിൽ നിങ്ങളുടെ ക്യാപിറ്റൽ എത്രയാ 5000 ആണെങ്കിൽ ആ 5000 നിന്ന് 8% താഴത്തോട്ട് വന്നാലേ, 5000 നിന്ന് 8% താഴത്തോട്ട് വന്നാലേ, എപ്പോഴാണ് അങ്ങനെ വരുന്നത് അപ്പോഴേ ആ ഒരു റൂള് ബ്രേക്ക് ആവുള്ളൂ. അതേപോലെ തന്നെ ഉള്ളതാണ് മാക്സിമം ഡെയിലി ലോസ് ലിമിറ്റ്. ഇവിടെ നോക്കുന്നത് ഡെയിലി ആണ് ലോസ് ലിമിറ്റ് ബ്രീച്ച് ആയി അക്കൗണ്ട് പോകുന്നത്. അവിടെ ഓരോ ദിവസവും നമുക്ക് എന്താവും, ആ ഒരു ഇത് റീഫ്രഷ് ആയിക്കൊണ്ടിരിക്കും. എന്നുവെച്ചാൽ ഡെയിലി ലോസ് ലിമിറ്റ് ഒരു 4% ആണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം നമ്മൾ ഇന്നലെ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, 5000 നിന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ട് ഇന്നത്തെ ദിവസം മിഡ് നൈറ്റ് കഴിഞ്ഞ് ഇന്നായി തുടങ്ങിയെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളുടെ ഇക്വിറ്റി എത്ര ഉണ്ടാവുക, ടോട്ടൽ ഇക്വിറ്റി ഇന്നലെ ഒരു $400 പ്രോഫിറ്റ് ഉണ്ടാക്കിയാൽ ഇന്നപ്പോൾ $5400 ആയിരിക്കും ബാക്കി ഉണ്ടാവുക. അതാണ് നമ്മുടെ ഇന്നത്തെ ഇക്വിറ്റി. അപ്പൊ ആ ഇക്വിറ്റി ആണ് ഒരു ദിവസം നമ്മളുടെ ഇക്വിറ്റി എന്ന് പറയുന്നത്, ആ ദിവസത്തെ നമ്മുടെ ഇക്വിറ്റി. ആ ഇക്വിറ്റിയിൽ നിന്നായിരിക്കും ഡെയിലി ലോസ് ലിമിറ്റ് ബ്രീച്ച് ആവുക. എന്ന് വെച്ചാൽ ആ 5400 എന്ന ആ ഒരു ഇക്വിറ്റിയിൽ നിന്നായിരിക്കും ഡെയിലി ലോസ് ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അതിൽ നിന്ന് 4% ഡൗൺ ആയാൽ അക്കൗണ്ട് പോകും. പിന്നെ ഇതൊന്നും അല്ലാതെ ഇൻസ്റ്റന്റ് അക്കൗണ്ട് എടുക്കുമ്പോൾ അതിന് ഫ്ലോട്ടിംഗ് ലിമിറ്റ് ഉണ്ട്. ഒരു എൻട്രി റൺ ആവുമ്പോൾ, ഒരു എൻട്രി അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എൻട്രി ഒരേ സമയത്ത് റൺ ആവുന്ന സമയത്ത് അതിനൊരു ലിമിറ്റ് ഉണ്ട്. മൊത്തം ക്യാപിറ്റലിന്റെ 1% താഴത്തോട്ട് പോകാൻ പാടില്ല. അത് പല ഫേം അനുസരിച്ച് അത് മാറി വരും. അപ്പൊ ഇതൊന്നും കൊണ്ടുപോകുന്നത് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രോപ്പർ റിസ്ക് മാനേജ്മെന്റ് തന്നെ വേണം.